And then I met with an accident on that night and I was bedridden for 3 years. I had 23 surgeries. ఒక చిన్న విషయం అడగాలి మిమ్మల్ని. లాస్ట్ కపుల్ ఆఫ్ వీక్స్ మేబీ మోర్ మీ ఇన్స్టాగ్రామ్ I've watched videos of this show viewing. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആക്ടർ ബാലയെ നിങ്ങൾ എല്ലാവരും ഒന്ന് 2 നിമിഷം സ്മരിക്കണം. കാരണം ആവശ്യമായിട്ട് വരും. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എവിടെയോ കണ്ട ഒരാളിനെ പോലെ എനിക്ക് തോന്നി. ബാലയുടെ കേസ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോൾ വിഷയം അനുപമ പരമേശ്വരൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ധ്രുവ് വിക്രമും ഈ പറയുന്ന അനുപമ റിലേഷനിലായിരുന്നു എന്നുള്ള റൂമേഴ്സാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. റൂമേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമേഴ്സ് ആണ്, അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഈ ഒരു സെറ്റപ്പിൽ പറയേണ്ടി വരും. കാരണം ഇവർ ഒരുമിച്ച് പല ലൊക്കേഷൻസിൽ ഒരുമിച്ചുണ്ടായിരുന്നു, പല ഫോട്ടോസ്, പല പോസ്റ്റുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ലവേഴ്സ് ആണ് എന്നിങ്ങനെ റിലേഷനിലാണെന്നിങ്ങനെ വിതുമ്പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോൾ പുറത്ത് വരുന്നത് അനുപമയുടെ റിലേഷനിൽ ഉണ്ടായിരുന്ന ആള് ഈ നാർസിസിസ്റ്റ് സ്വഭാവമുള്ള ഒരാളായിരുന്നു എന്നാണ്. ആ സ്ഥിതിക്ക് അത് വേറെ ആരും വരാൻ ചാൻസ് ഇല്ല. നമ്മളെ ധ്രുവ് തന്നെയാണ് ആ ഒരു വിഷയത്തിലോട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ താനൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും സേഫായിട്ട് ചാടി പുറത്തു വന്നു എന്നൊക്കെ ഈ പറയുന്ന അനുപമ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സേഫാണ്, ഒരു ടോക്സിക് ആയിട്ടുള്ള വെറും വൃത്തികെട്ട റിലേഷൻഷിപ്പിൽ നിന്ന് ചാടി പുറത്തു വന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളൊരു സംഭവം തുറന്ന് പറയുകയും അതിനെ തുടർന്ന് ആ പോസ്റ്റ് ഒരുപാട് വൈറലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ധ്രുവ് വിക്രമിന് എന്താണ് പറയാനുള്ളത്? കാരണം തന്നെ പറ്റിയിട്ടാണ് ഇവിടെ നാട്ടുകാർ മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. താനാണ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. ആ സ്ഥിതിക്ക് തനിക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോ തന്നെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്കപ്പോൾ ആദ്യം ഒരു വീഡിയോ കാണാം. ഒരു പ്രൊമോഷൻ, തൻ്റെ സിനിമയുടെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അപ്കമ്മിങ് മൂവിയാണ്. അതിനെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് അനുപമ ഒരു സ്ഥലത്ത് വന്ന സമയത്ത് അവിടെ കുറച്ച് ഓൺലൈൻ മീഡിയാസ് ഒക്കെ ചോദിച്ച കാര്യങ്ങൾക്ക് ഒരു ఉత్తరం കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചോദ്യവും ఉత్తరവും ഒന്ന് കാണാം. ఒక చిన్న విషయం అడగాలి మిమ్మల్ని. లాస్ట్ కపుల్ ఆఫ్ వీక్స్ మేబీ మోర్ మీ ఇన్స్టాగ్రామ్ ఫీడ్ అంతా కూడా కొన్ని క్రిప్టిక్ మెసేజెస్ తో నిండిపోయి ఉంటుంది. అండ్ మీ స్పీచ్ లో కూడా రిపీటెడ్ గా మీరు యు ఆర్ టాకింగ్ అబౌట్ సమ్ బ్యాడ్ డేస్. మీకు అభ్యంతరం లేకపోతే హోప్ఫుల్లీ యు ఆర్ ఆల్ రైట్. ఐ యామ్ ఫెంటాస్టిక్ అండి. మీకేమనిపిస్తుంది నన్ను చూసి? అంటే నిన్న ఒక పోస్ట్ పెట్టారు, యూ వెంట్ త్రూ ఏ వెరీ రఫ్ ఇయర్ బట్ యు ఆర్ ఫ్యాబులస్ అని చెప్పి. ఎస్, అది నిజం. అందుకే నేను ఇంత ఓపెన్ గా హ్యాపీగా మాట్లాడగలుగుతున్నాను ఈ రోజు. సో ఐఎమ్ ఇన్ అ వెరీ గుడ్ స్పేస్. ఐ విష్ ఐ వాస్ ఇన్ దిస్ కైండ్ ఆఫ్ స్పేస్ వెన్ వీ డిడ్ క్రేజీ కళ్యాణం. ఇంకా క్రేజీ ఉండేది, బట్ అప్పుడు లేదు. ఇప్పుడు ఐ ఆమ్ ఇన్ అ గుడ్ స్పేస్ అండి. അന്ന് ഞാൻ മൂഞ്ചി തിരിഞ്ഞ് കമ്പത്തിരിയായിട്ടിരുന്നു. ഇന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, അത്യാവശ്യം നല്ലതായിട്ടൊക്കെ പോകുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു ബ്രേക്കപ്പിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. നാട്ടുകാർക്ക് മൊത്തം അറിയാം അത് ധ്രുവാണ്. നാട്ടുകാർ ഇപ്പോഴും ധ്രുവാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ഒഫീഷ്യലി അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലേ. ആ സ്ഥിതിക്ക് നമുക്ക് കൺഫർമേഷൻ എടുത്ത് അടിച്ച് പറയാനും പറ്റത്തില്ല. ഇനിയിപ്പോൾ ധ്രുവാണ് ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഉടമസ്ഥനെന്ന്. എന്തായാലും അത് തന്നെയാണ് പറയുന്നത്. എന്നാലും നിങ്ങൾ ഞാൻ പറഞ്ഞതായിട്ട് പറയണ്ട. ഇനി നാളെ എല്ലാം കൂടി എൻ്റെ നെഞ്ചത്ത് വരും. അല്ലെങ്കിലും വഴിയെ പോണ വള്ളിയിൽ എൻ്റെ നെഞ്ചത്താണല്ലോ. ആ സ്ഥിതിക്ക് അത് എൻ്റെ നെഞ്ചത്ത് വരും. അതുകൊണ്ട് ധ്രുവാണ് ആളെന്ന് പറയാതെ പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ എന്നാലും ധ്രുവിനാണ് ഇപ്പോൾ പട്ടം കിട്ടിയിരിക്കുന്നത്. എവിടെ? സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, ഇതിനുശേഷം നമ്മുടെ കേരളത്തിൽ വന്ന് ഒരു ഇന്റർവ്യൂ കൊടുത്തിருக்க ആര്? അനുപമ. അന്ത ഇന്റർവ്യൂവിൽ നിറയെ പേസുറ ധന്യയുടെ അടുത്താണ് ഇന്റർവ്യൂ കൊടുക്കാൻ പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴമ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരുത്തൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജീവിതം മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയാവുന്നതിനെ പറ്റിയിട്ട് ഇതിൽ വിക്രം പ്രതികരിക്കണം. എൻ്റെ അഭിപ്രായം അതാണ്. തൻ്റെ മകനും താനും കുടുംബവും എല്ലാം ഇങ്ങനെയാണെന്ന് വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റൂമേഴ്സും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നുണ്ട് ആൾക്കാർ. തൻ്റെ കുടുംബം അടക്കം ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള കമന്റ്സ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. താനും ഇങ്ങനെയാണ്. പക്ഷെ വിക്രമിനെയൊക്കെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തിത്വമാണ്, അത്യാവശ്യം നല്ല കൂളാണ്. അങ്ങനെയുള്ള ഒരാളായിട്ടാണ് പൊതുസമൂഹം കണ്ടിട്ടുള്ളത്. പക്ഷെ തന്നെ വരെ ഇപ്പോൾ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ. നിങ്ങളുടെ മോൻ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബാലയുടെ കേസ് എടുക്കണമെങ്കിൽ അറിയാമല്ലോ, അമൃത സുരേഷ് അനുഭവിച്ച് കൂട്ടിയിട്ടുള്ളതിന് കൈയും കണക്കുമില്ലായിരുന്നു. ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിടിക്കുന്ന മാന്യം 300 കൊമ്പ്, ആ മൂടാണ്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ നടക്കണം, എല്ലാം എൻ്റെ കൺട്രോൾ ആയിരിക്കണം. അത് മീതി ഏതാവത് പണിയാണ് വൈ അപ്പിടിയേ അറുത്ത് പൊട്ടിടുക, അന്ത മൂടാണ്. എന്തായാലും അനുപമ പറയുന്ന ആ വാക്കുകളൊന്ന് കേൾക്കാം. I have gone through narcissistic abuse for 2 years. ഓക്കെ, 2 വർഷമായിട്ട് നാർസിസിസ്റ്റിക് അബ്യൂസിന് ഇരയാക്കപ്പെട്ടു എന്നാണ് ഇവിടെ അനുപമ
വയ്ക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അബ്യൂസ് മീൻസ് നാർസിസിസ്റ്റ് സാധനം? വായിക്കാത്ത പറഞ്ഞില്ല, എന്ത് പേരുടെ വേറെ വല്ല പേര് വിട്ടുകൂടായിരുന്നു. നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ NPD എന്നത് ഒരു മാനസിക രോഗ അവസ്ഥയാണ്. അതിൽ ആഡംബരത്തിന്റെ നീണ്ട പാറ്റേൺ, ആരാധനയ്ക്കുള്ള ആഴമായ ആവശ്യം, സഹാനുഭൂതിയുടെ അഭാവം എന്നിവ ഉൾപ്പെടുന്നു. ഈ അവസ്ഥയിലുള്ള ആളുകൾ പലപ്പോഴും മറ്റുള്ളവരെക്കാൾ പ്രധാനമുള്ളവരായി തോന്നുകയും പ്രത്യേക ചികിത്സ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് വ്യക്തിപരവും തൊഴിൽപരവുമായ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പ്രധാന ലക്ഷണങ്ങളും ഓക്കെ. വലിയ അഹങ്കാരം, സ്വന്തം കഴിവുകളോ നേട്ടങ്ങളെയോ അതിശയോക്തിപരമായി വിലയിരുത്തുന്നതും അമിതമായി പ്രാധാന്യം നൽകുന്നതും, പ്രശംസയുടെ നിരന്തരമായ ആവശ്യം, ആളുകൾ തങ്ങളെ നിരന്തരം അഭിനന്ദിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു, ശക്തമായ അവകാശം, മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങളോ യാന്ത്രിക അനുസരണമോ പ്രതീക്ഷിക്കുക, സമാനഭാവമില്ല, മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനോ ശ്രദ്ധിക്കുന്നതിനോ ബുദ്ധിമുട്ട്, മറ്റുള്ളവരെ ഉപയോഗിക്കുക, ആളുകൾക്ക് വേണ്ടത് നേടുന്നതിനായി അവരെ മുതലെടുക്കുക, അഹങ്കാരത്തോടെ പെരുമാറുക, ധിക്കാരം കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുക. കാരണങ്ങളും ചികിത്സകളും. കാരണങ്ങൾ. കൃത്യമായ കാരണം അജ്ഞാതമാണ്. പക്ഷേ തലച്ചോറിന്റെ ഘടന, ജനിതശാസ്ത്രം, ബാല്യകാല അനുഭവങ്ങൾ, അമിത സംരക്ഷണം അല്ലെങ്കിൽ അവഗണന നിറഞ്ഞ രക്ഷാകർത്തം പോലെയുള്ള എന്നിവ ഒരു പങ്ക് വഹിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഇത് ഒരു പ്രത്യേകതര ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു ഡിസോർഡർ ആണെന്നാണ് പറയുന്നത് NPD. എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് പിന്നെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതായത് നമുക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു പാർട്ട്ണറാണെന്ന് വയ്ക്കുക. ഇപ്പോൾ ജീൻസും ടോപ്പൊക്കെ ഇട്ട് നടക്കുന്നു. അപ്പോൾ ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിക്ക് ആ പെൺകുട്ടി സാരി ഉടുക്കുന്നതാണ് ഇഷ്ടമെന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളെന്ന് വയ്ക്കുക. ഇപ്പം ഇങ്ങനെ ഈ സാരി ഉടുക്കണം എന്നതാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ, ഒട്ടും സാരി ഉടുക്കാൻ താല്പര്യമില്ലാത്ത ആ പെൺകുട്ടിയെ കൊണ്ട് സാരി ഉടുപ്പിക്കുന്ന രീതിയിലോട്ടാക്കി എടുക്കുന്ന രീതിയിൽ സൈക്കോളജിക്കലി മൂവ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന തൊട്ടിപ്പരിപാടി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അത് അതിൻ്റെ ഒരു ഇതാണ്. നമ്മൾ പിടിച്ച മാനിന് 300 കൊമ്പ്, ആ ഒരു സെറ്റപ്പിൽ നിൽക്കും. ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. മാക്സിമം ഉപദ്രവിക്കുക, മെന്റലി തളർത്തുക, മാനസികമായിട്ട് തുലയ്ക്കുക. നമ്മളൊരു എന്തൊരു ജയിലിൽപ്പെട്ട അവസ്ഥയായിപ്പോൾ അങ്ങനത്തെ ഒരു പാർട്ട്ണറിന്റെ കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോകും. എല്ലാം അയാൾ വരയ്ക്കുന്ന വരയിൽ നിൽക്കേണ്ട അവസ്ഥ വരും. അമൃത ബാലകൃഷ്ണയൊക്കെ അറിയാലോ അതുപോലെ. അപ്പോൾ ധ്രുവും അങ്ങനെയാണെന്നൊക്കെയാണ് ഇവിടെ പറയാതെ പറഞ്ഞു വെച്ച് പോകുന്നത്. ഇതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് അനുപമ ബാക്കി നീണ്ടു നിവർന്ന് പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അബൌട്ട് നാർസിസിസം. People think narcissist എന്ന് പറഞ്ഞ ആൾക്കാർ they love themselves a lot, but actually they hate themselves. They're the most insecure people you can find. They have no self-worth. They are like empty vessel basically. So അവർക്ക് basically വേണ്ടത് control ആണ്, because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. അതാണ് അവരുടെ സപ്ലൈ. So now നമുക്ക് വിചാരിക്കാം, അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയെ. No. The opposite poles attract. They attract someone who is extremely different from that. Okay. By extremely confident ആയിട്ടുള്ള, independent ആയിട്ടുള്ള, a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them. And they try to observe them. They kind of mirror them. And then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അതായത് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് ഇമോഷണലി എങ്ങനെയാണ് മറ്റൊരാളെ ടാപ്പ് ചെയ്ത് നിർത്തണമെന്ന് അറിയാം. അതായത് ഇവർ ഒറ്റയടിക്ക് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരത്തില്ല. ക്രമേണ ഇട്ടിട്ട് അവർ വിരിച്ച വലയ്ക്കുള്ളിൽ നിർത്തും. ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യും. ഐ മീൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അനുഭവം ഇട്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ പാർട്ട്ണറിന്. ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ കരഞ്ഞ് കാല് പിടിച്ച് അങ്ങനെ ഇമോഷണലി വീണ്ടും വലയിലിടും. അങ്ങനെ പല രീതിയിൽ ഈ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ അവരുടെ കൺട്രോൾ നിർത്തി, അവർ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് ആ ഒരു സെറ്റപ്പിലാക്കും. ആ ഒരു വലയിൽ നിന്ന് ചാടി പുറത്ത് പോകാനും നമുക്ക് പറ്റത്തില്ല. നമുക്കിപ്പോൾ ഒറ്റയടിക്കും എനിക്ക് പറ്റത്തില്ല ഈ നിങ്ങളെ, അതുകൊണ്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോകാനും പറ്റത്തില്ല, വിടുകയുമില്ല. ഓക്കെ, അവർ വിടുകയുമില്ല, പിടി മുറുക്കുകയും ചെയ്യും. ഈ ഒരു പേഴ്സണാലിറ്റിയാണ് ഉള്ളത്. വൃത്തികെട്ട സ്വഭാവം, സത്യം ഉള്ള കാര്യം പറയാം. ഇത് സൈക്കോളജിക്കലി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുക, സൈക്കോളജിസ്റ്റിനെ കാണുക, കുറച്ച് കൗൺസിലിംഗ് ഒക്കെ എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം ഈ പേഴ്സണാലിറ്റി വളരെയധികം മോശമായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്, പണ്ടത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളാണെങ്കിൽ
ഇപ്പോൾ ഭർത്താക്കന്മാർക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിലും അവരെല്ലാം അനുഭവിച്ച് വീട്ടിലടങ്ങി ഒതുങ്ങിക്കൂടി അവരുടെ ജീവിതം അങ്ങ് തീർന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിന് ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും കൂടെ നിൽക്കുന്ന ആൾ നിൽക്കത്തില്ല, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. പിന്നെ അതിൽ നിന്ന് പുറത്ത് കടന്നു വരിക എന്ന് പറഞ്ഞ് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അനുപമയെ സംബന്ധിച്ച് അനുപമ പറയുന്നത് വെച്ചിട്ട് ഓക്കെ കുറച്ച് റിസ്ക് ആണ്. നമ്മൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ പിടിച്ചിടും, വീണ്ടും ഇതേ സ്വഭാവം കാണിക്കും. അപ്പോൾ എനിക്കിപ്പം മാങ്ങ തിന്നാനാണ് ഇഷ്ടമെങ്കിൽ എന്നെ കൊണ്ട് ആപ്പിൾ തീറ്റിക്കും, ഈ അവസ്ഥയാണ്. ഓക്കെ ഓക്കെ ബാക്കി They're extremely good performers. അവരുടെ വീടിൻ്റെ അകത്ത് അവരുടെ ക്ലോസ് പീപ്പിളിൻ്റെ അടുത്തൊരു രീതിയിലും when they step out of that house they're a total different person. They'll be the most charismatic, the most gentle, kind, shy, charming, very very charming kind of people. So in the initial days they show a version of that to you and they identify your weakness. അപ്പോൾ generally they target empaths who has a lot of empathy. അപ്പോൾ എൻ്റെ ഒരു വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ I'm an empath. അവർ നമ്മുടെ ഈ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് they try to kind of mirror us. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പം ഞാൻ ഒരു കുറേ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ they will also like slowly start opening up about their traumas and whatever they went through. So we start kind of feeling ഒരു empathy, ഒരു sympathy, connection തോന്നും. Then we start talking about us. അപ്പോൾ this person would want to know more about us. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെ കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് വാട്ട് വി സൈക്കോളജിക്കലി ഫീൽ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ട്വിൻ ഫ്ലെയിം. ലൈക്ക് വൾണറബിൾ ആവുകയാണ്, നമ്മൾ എക്സ്ട്രീംലി വൾണറബിൾ ആവുകയാണ്. ആൻഡ് ദിസ് ലവ് ഫീൽസ് സോ റൈറ്റ്. ദേ ആർ വെരി വെരി കൺവിൻസിങ് വിത്ത് ദിയർ പെർഫോമൻസ് ദാറ്റ് ഇറ്റ് ഫീൽസ് സോ റൈറ്റ് that you get so connected to the person that you feel like എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും എന്നെ ഇത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഈ ഒരു പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ ഇപ്പോൾ ഒരാൾ കൺട്രോൾ ചെയ്യുന്ന വെച്ചു, ഞാൻ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഈ പേഴ്സണാലിറ്റി ഉണ്ടെന്ന് വയ്ക്കുക. അപ്പം ഞാൻ വ്യത്യസ്തമായ രീതിയിൽ എൻ്റേതായ രീതിയിൽ ഹാപ്പിനെസ് കണ്ടെത്തി ജീവിച്ച് എൻ്റെ ദിനചര്യകൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് വയ്ക്കുക. അപ്പോൾ ഇവൾ എൻ്റെ പാർട്ണറായിട്ട് വരുന്നവർക്ക് ഈ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് അവൾ എന്നെ ആ വരച്ച വരയിൽ നിർത്താൻ ശ്രമിക്കും. നിന്നില്ലെങ്കിൽ ആകെ ചളവും കുളവും പ്രശ്നങ്ങളാവും, ചിലപ്പോൾ എടുത്തിട്ട് ഇടിച്ചെന്നും വരും എന്നെ. അങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് ഇത് കടന്നു പോകും. ഓക്കെ, ഈ വരച്ച വരയിൽ നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പിന്നെ എൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടപ്പെടും. ഞാൻ ഇമോഷണലി വളരെയധികം വീക്കാവും. എൻ്റെ സ്വാതന്ത്ര്യങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളും എല്ലാം അവിടെ ഫ്ലോപ്പായി ഞാൻ മറ്റൊരാൾ വരച്ച വരയിലോട്ട് ഓടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എനിക്ക്. അപ്പം അങ്ങനെ വരച്ച വരയിൽ നിർത്തുന്നതാണ് ഇവരുടെ സ്വഭാവം. അവർ വിചാരിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടവും നമ്മുടെ സന്തോഷം നമ്മുടെ ആഗ്രഹങ്ങളും ഒന്നും അവർക്കൊരു വിഷയമേ അല്ല. അവരെങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, അവർ സന്തോഷിക്കുന്ന അവരുടെ സന്തോഷം അത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഒരു ചീഞ്ഞളിഞ്ഞ പരിപാടിയാണ്. പിന്നെ നിങ്ങൾ കേരളത്തിലൊക്കെ വന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ മലയാളത്തിൽ പറയടേ എനിക്കാണെങ്കിൽ ഒരു തേങ്ങ മനസ്സിലാവില്ല. ഞാൻ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച ദിവസമല്ല ലീവായിരുന്നു, കോപ്പ് വല്ലതും മനസ്സിലാവണ്ടേ മനുഷ്യന്. ബാക്കി പറ. Slowly they start taking control. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കാതെ ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ തരത്തിലുള്ള കൺട്രോൾ ആണ് അനുവിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇവരുടെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാം, ശരി ഈ ഡ്രസ്സ് നടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് നോട്ട് റൈറ്റ്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതായത് അവർ കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ and then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and you're like, oh, baby, you look so beautiful in churidar. This is the best thing. You look like my wife material. And then you're like, oh, in the chetan, oh my God, he likes it so much. So let me buy one more churidar. Like that, one churidar becomes 2 churidars, 3 churidars, 4 churidars. And then you're in churidars. നമ്മൾ തന്നെ അറിയുന്നില്ല മാറുന്നത്. We transform like that. Baby, the way you were sitting at the dining table and talking today, you were like very controlled, you were very classy, you were very silent. Now you're silent because my partner likes it. ഡൈനിങ് ടേബിളിൽ ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്ന ആള് സൈലന്റ് ആയി കഴിയുമ്പോൾ ചേട്ടൻ ഇഷ്ടം. സോ യു ലൈക്ക് ഓ ഹി ലൈക്സ് ഇറ്റ്, സോ ലെറ്റ് മീ ബി ദാറ്റ് വേ. പിന്നെ നമ്മൾ ഇവന്റ്സിന് പോകാൻ വെക്കുക, ഓ ബേബി വൈ ഡു യു വാണ്ട് ടു വെയർ സ്ലീവ്ലെസ് ടുഡേ, ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. Maybe something other comfortable than me. You'll be like, oh, he cares for me so much. My sleeveless. Oh, right. I'll change my outfit this time. Next time, even before the event, he'll ask you, what outfit are you wearing today, baby? Number options number send you. Then it becomes mandatory that you send that person photos for permission, what you wear. And then you start wearing whatever that person decides.
അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ യു പോസ്റ്റ് സംതിങ് ആൻഡ് ദ പേഴ്സൺ കോൾ സേ യു തിങ്ക് ദറ്റ് ഫോട്ടോ വാസ് അപ്രോപ്രിയേറ്റ്, ഐ തിങ്ക് യു ഷുഡ് അവോയ്ഡ് ദാറ്റ് ഫോട്ടോ. അപ്പോൾ നമ്മൾ ഉടനടി ആ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് വി ഡിലീറ്റ് ദാറ്റ് പിക്ചർ, ഇൻസ്റ്റന്റ് റീപോസ്റ്റ് ഇട്ട് അഗൈൻ. ആൻഡ് ഫ്രം ദ നെക്സ്റ്റ് ടൈം ഈ ഡിലീറ്റ് ചെയ്ത് റീപോസ്റ്റ് ചെയ്യുന്നേക്കാൾ എളുപ്പം എന്താ, ചേട്ടൻ അയച്ചു കൊടുക്കുക, ചേട്ടൻ വിൽ ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ദെൻ ടേക്ക് ദ അപ്രൂവൽ ആൻഡ് പോസ്റ്റ്. യു പോസ്റ്റ് എ കോമെന്റ്, അതിൽ it shows that you're more affectionate towards your audience. So better you ask Chetan for comment. Your song is looking a little korchum goodi enda paraya, what do they call, desperate or something. They say like Chetan only select the song. ഇവിടെ അനുപമ പറയുന്ന വെച്ചിട്ട് ഒരു സൈക്കോളജിക്കൽ മൂവാണ്. പിന്നെ ഉപദ്രവിച്ചതായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ബാലയുടെ ഒക്കെ കേസിലാണെങ്കിൽ വേറെ ലെവലായിരുന്നു. ഇത് ഉപദ്രവിച്ചതായിട്ട് പറയുന്നില്ല. ഡ്രസ്സിങ്ങിന്റെ കേസിൽ കൺട്രോൾ കൊണ്ടുവന്ന് ക്രമേണ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരാക്കും. പിന്നെ ചില കാര്യങ്ങളിൽ നമുക്കെല്ലാം ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയില്ല, നല്ലതിന് വേണ്ടിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഈ ഡ്രസ്സിങ്ങിൻ്റെ കേസിലായാലും മോശമായിട്ടുള്ള അലമ്പ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പറയുന്നതിന് എനിക്ക് വലിയ കുറ്റമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതൊരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ, തീരെ അലമ്പായിട്ടുള്ളതൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണിക്കാൻ പാടില്ലാത്തേക്ക് വെളി കാണിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എതിർക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അല്ലാണ്ട് ഫുള്ളി ഇപ്പോൾ കൺട്രോളാക്കി ഇപ്പം സാരിയിൽ അല്ലെങ്കിൽ ഫുള്ള് ചുരിദാറിൽ നടക്കണമെന്ന് പറഞ്ഞ് കൺട്രോൾ ആക്കുന്നതിൽ എനിക്ക് ഇഷ്ടമല്ല. നല്ല നല്ല ജീൻസും ടോപ്പും കാര്യങ്ങളൊക്കെ, ഡ്രസ്സിൻ്റെ പേരൊന്നും അറിയത്തില്ല, അതൊക്കെ ഇടാൻ അനുവദിക്കുക. അത് അല്ലാണ്ട് നൈസ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ബേബി യു സോ ക്യൂട്ട് ഇൻ ദിസ് ചുരിദാർ ആൻഡ് സാരി സോ യു ഓൾവേസ് വെയർ ദാറ്റ് ചുരിദാർ ആൻഡ് സാരി എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അങ്ങോട്ട് കുറേ ഇംഗ്ലീഷ് അടിച്ച് കയറ്റി അങ്ങോട്ട് എടുത്തിട്ട് വരവെന്ന പരിപാടി ചെയ്യാതിരിക്കുക. ഓക്കെ, ഓ ബൈ ബൈ ആർ യു ലുക്കിംഗ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അടിക്കാതിരിക്കുക. അങ്ങനെ അത് ക്രമേണ അവർ വരച്ച വരയിലേക്ക് എത്തിക്കുന്ന ഒരു സ്ട്രാറ്റജി, അത് ഒരു സൈക്കോളജിക്കൽ മൂവാണ്. ഫുള്ളി നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെയോ ജീഞ്ഞ് നാറുന്നുണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണ് എന്നാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. കാണാം. നമ്മുടെ ഈ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഏറ്റവും വലിയ പ്രൈഡായിരുന്നു ഹൗ പ്രൊഫഷണൽ ഐ ആം ആസ് എൻ ആക്ടർ. 2 വർഷം ഇത്രയും ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഐ ബിക്കം ദാറ്റ് അൺബിലീവബിൾ. അതായത് ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്, ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്, എനിക്ക് വർക്കിനോട് ഭയങ്കര പാഷനായിരുന്നു. എവറി പാർട്ട് ഓഫ് മീ വാസ് ഡെഡ്. I stopped looking at people. I stopped looking into their eyes. I stopped smiling. I even stopped touching my brother, my own brother. പേടിച്ചിട്ട് because of fear of the consequences of consequences. Yes, the consequences. So you're clearly walking on eggshells, and when you are walking on eggshells, everyone around you, your family, your staff, everyone, കാരണം എൻ്റെ മൂഡ് ഒരാളുടെ മൂഡിനെ ബേസ് ചെയ്തിരിക്കും. If that person is extremely happy, I am very happy. If that person is extremely sad, I am sad. I am stressed. You understand? കുറച്ചൊരു മുഖത്തിലൊരു മാറ്റം വന്നാൽ മതി, I am stressed. എൻ്റെ സ്ട്രെസ് ഉണ്ടെങ്കിൽ റിവേഴ്സ്, everyone, family is affected, staff is affected, entire location is affected. We had to stop shooting so many times because I have a mental breakdown and I'll go into the vanity and the makeup ഒക്കെ ഒലിച്ച് പോകും. Again we have to come reshoot. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായത് എൻ്റെ ഒരു കരിയറിനെ തന്നെ വളരെയധികം ബാധിച്ചിരുന്നു ഈ പറയുന്നവൻ്റെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വ്യക്തിക്ക് കുറച്ച് അടങ്ങി ഒതുങ്ങി അയാൾ പറയുന്ന മാത്രം കേട്ട് കൈയെടുത്ത് കുമ്പിട്ട് ഏട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടീമിനെയാണെന്ന് തോന്നുന്നു ആവശ്യം. എനിക്ക് അങ്ങനെയുള്ള വല്ലതും പോയി നോക്കിയാൽ പോരെ. ഇത്രയും പ്രൊഫഷണലായിട്ട് ഇത്രയും സിനിമയൊക്കെ അഭിനയിച്ച് ആ ഒരു സെറ്റപ്പിൽ നടക്കുന്ന ഒരാളെ പിടിച്ചുകൊണ്ട് വീട്ടിൻ്റെ അകത്ത് അടയിരുത്തി മുട്ട ഇരിപ്പിക്കുന്ന പരിപാടി നോക്കിയത് എന്തിനാ? ഏത് കാര്യം പിടിയിട്ട്? അപ്പം അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാതിരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. അനുപമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമത്തിലാണ് ആദ്യമായിട്ട് സിനിമയിൽ കയറി വരുന്നത് അല്ലേ, ഫസ്റ്റ് മൂവി അതാണ്. അന്ന് തുടങ്ങിയ കരിയറാണ്. പിന്നെ വേറെ ലെവലിലാണ് വളർന്നിപ്പം സൂപ്പർ പാൻ ഇന്ത്യൻ സ്റ്റാറൊക്കെ ആയി മാറി. ആ ഒരു സെറ്റപ്പിൽ പല തെലുങ്കും കന്നഡയിലൊക്കെ അഭിനയിച്ച് ആ ഒരു സെറ്റപ്പിൽ ആള് അങ്ങ് പോയി. അങ്ങനെയാണ് അതിനുശേഷം ഒരാളുമായിട്ട് റിലേഷനിലാവണം, ധ്രുവായിട്ട്. ഓക്കെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ റൂമർ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ റിലേഷനിലായ ആ വ്യക്തി ഇത്രയും ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന് പറയുമ്പോൾ താൻ പടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന തൻ്റെ ഒരു കരിയറുണ്ട്. ഓക്കെ, അത് ഒറ്റ നിമിഷത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് എടുത്ത് മണ്ണിലെറിഞ്ഞ് കുഴിച്ചു മൂടിയിട്ടിട്ട് പോകാനൊന്നും അനുപമയ്ക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഈ ആൾക്ക് അങ്ങനത്തെ ഒരാളെയാണ്, താൻ പറയുന്ന പോലെ കേട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്ന ആളെയാണ് ആവശ്യമെങ്കിൽ അങ്ങനത്തെ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ആളെ കല്യാണം കഴിച്ച് വീട്ടിൽ തന്നെ എന്നും തൊഴുത് സാരി കൊടുത്ത് കുമ്പിട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കെട്ടുക. അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാണ്? ഞാനൊരു കമൻ്റ് ഒന്ന് വായിച്ചു തരാം കേട്ടോ, ആ കമൻ്റ് ഒന്ന് കാണാം. ഇത്രയും ഫെയിമുള്ള ഒരാൾ നാർസിസിസ്റ്റിനെ പറ്റി പറയുന്നത് ആദ്യമായിട്ടാവും. ദ കറേജ് ഈസ് അപ്രീഷിയബിൾ ആൻഡ് ഫീൽ സോ ഹാപ്പി ദാറ്റ് യു ഹീൽഡ് ആൻഡ് മൂവ്ഡ് ഓൺ.
പലരും നമ്മൾ പുറമേ കാണുന്ന ആളെ ആവില്ല ശരിക്കും. പച്ചവെള്ളം ചവച്ചരച്ച് കഴിക്കുന്ന അത്രയും പാവം എന്ന് എല്ലാവരും മനസ്സിൽ ഇമേജ് ഉണ്ടാക്കുകയും അവളുടെ തെറ്റുകളും ഫ്ലിപ്പ് ചെയ്ത് നമ്മളെ തലയിലിട്ട് നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റുകാരനാക്കാനുള്ള പ്രത്യേക കഴിവ് നാർസിസിസ്റ്റിനും ഉണ്ട്. ഇവൻ നമുക്ക് സ്വയം തോന്നും നമ്മളാണ് തെറ്റ് ചെയ്തതെന്ന്. അത് റിക്കഗ്നൈസ് ചെയ്ത ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്ന ഈസിയല്ല. ബട്ട് യു ഡിഡ് ഇറ്റ് ബ്രേവ് ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം പേഴ്സണാലിറ്റിയുള്ള ആൾക്കാരെ വളരെയധികം സൂക്ഷിക്കണം. അവരിൽ നിന്ന് നമുക്ക് ചാടി പുതിയൊരു ജീവിതത്തിലോട്ട് കയറി വരാൻ തന്നെ കുറച്ച് പ്രയാസമുള്ള കാര്യമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ പേഴ്സണാലിറ്റിയുള്ള ആൾക്കാർ നമുക്കിടയിലുമുണ്ട്. നമ്മൾ അറിയണമെങ്കിൽ ചിലപ്പോൾ കൂടുതൽ അവരുമായിട്ട് അടുത്ത് പഴകിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനായാലും എന്ത് പേഴ്സണാലിറ്റി ആണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, എനിക്കും അറിയത്തില്ല. നാളെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുമ്പോഴായിരിക്കും എൻ്റെ തനി കുണം പുറത്തു വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിലൊരു ആൾ വരുമ്പോഴായിരിക്കും എൻ്റെ തനി കുണം അപ്പം പുറത്തു വരുന്നത്. അങ്ങനെയാണ്, പൊതുവെ അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അല്ലെങ്കിൽ ഹടി ലോലപ്പ പൂക്കുറ്റി എന്ന് പറഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും. എന്തായാലും ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ കേട്ട് അടങ്ങി ഒതുങ്ങി, മറ്റേ ബാലയ്ക്ക് ഇപ്പം ഒരു പുതിയ ചേച്ചിയെ കിട്ടിയില്ല, ആ ചേച്ചി ഇരിക്കുന്ന പോലെയൊക്കെ ഇട്ടാ എന്ന് പറഞ്ഞ് കുമ്പിട്ട് ഇട്ടാ തൊട്ട് നമസ്കരിച്ചൊക്കെ ഇരിക്കുന്ന ടീമുകളെ നോക്കുക. അല്ലാതെ കരിയർ ഫോക്കസ് ചെയ്ത് ലക്ഷ്യം ഒരുപാടുള്ള പെൺകുട്ടികളെ ഒന്ന് വലയിൽ വീഴ്ത്തി അവരുടെ ജീവിതങ്ങൾ നശിപ്പിക്കാതിരിക്കുക. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. അങ്ങനെയുള്ളവരൊക്കെ നോക്കുകയുടെ നിങ്ങളെ ഇത് മൈൻഡ് പോലെ നിങ്ങൾ പറയുന്നത് പോലെ കേട്ടനുസരിച്ച് കുമ്പിട്ട് നിൽക്കുന്നവരെ നോക്കുക. അല്ലാതെ നല്ല പാറി പറന്ന് നടന്ന് കരിയറിലൊക്കെ ലക്ഷ്യങ്ങളുള്ളവരുടെ ലൈഫുകൾ സ്പോയിൽ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം. ബൈ.